ജീവിതയാത്രക്കാരാ, കാലടികളെങ്ങോട്ട്? നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ? ലക്ഷ്യം നിൻ മുൻപിലെന്ത്? നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ? ലക്ഷ്യം നിൻ മുൻപിലെന്ത്? അൻപിൻ രൂപി യേശുനാഥൻ നിന്നെ വിളിക്കുന്നില്ലേ? പോകല്ലേ നീ അന്ധനായി ലോക സൗഭാഗ്യം തേടി. പൊന്നിൻ ചിറകു നിനക്കുമീതെ കർത്തൻ വിരിച്ചതു കാണുന്നില്ലേ? പൊന്നിൻ ചിറകു നിനക്കുമീതെ കർത്തൻ വിരിച്ചതു കാണുന്നില്ലേ? സൂര്യനിൻ താപമോ ഘോരമാരിയോ നിന്നെ അലട്ടായൻ പൊന്മകനെ. ജീവിതയാത്രക്കാരാ, കാലടികളെങ്ങോട്ട്? നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ? ലക്ഷ്യം നിൻ മുൻപിലെന്ത്? നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ? ലക്ഷ്യം നിൻ മുൻപിലെന്ത്? ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് പ്രഭാത സമയത്ത് ചിന്തയ്ക്ക് വേണ്ടി അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായം ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ശൗല് കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതൻ്റെ അടുക്കൽ ചെന്ന് ദമസ്കോസിൽ ഈ മാർഗ്ഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചു കെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരത്തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു വെളിച്ചം അവൻ്റെ ചുറ്റും മിന്നി. അവൻ നിലത്ത് വീണു. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്തെന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്നവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ എന്ന് പറഞ്ഞു. ദമസ്കോസ് പടിവാതിക്കൽ ഒരു വലിയ മനുഷ്യൻ്റെ രൂപാന്തരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷണനേരം കൊണ്ട് ബെന്യാമിൻ ഗോത്രത്തിലെ കടിച്ചു കീറുന്ന ചെന്നായെ കുഞ്ഞാടാക്കിയ കാൽവറി ദർശനം എത്രയോ മഹത്തരമാണ്. ആ ദർശനത്തിന് മുമ്പിൽ മഹാപുരോഹിതന്മാരുടെ അധികാരപത്രം ഇവിടെ പോയി. നിശബ്ദതയെ ഭഞ്ജിച്ചുകൊണ്ട് എങ്ങും ഭീകരത സൃഷ്ടിച്ചുകൊണ്ട് കുതിരകളുടെ കുളമ്പടി ശബ്ദം അന്തരീക്ഷത്തിൽ ഉയർന്നുകൊണ്ടിരുന്നു. ആകാശത്തിൽ പൊടിപടലങ്ങളും ഒരുപറ്റം മനുഷ്യരുടെ അട്ടഹാസങ്ങളും. സായുധരായ അവർ ദമസ്കോസിലെ പ്രധാന ഗേറ്റിലേക്ക് അടുക്കുകയാണ്. ആരവാരം കേട്ട് ഭയന്ന് സമീപവാസികൾ വന്നപ്പോൾ ശബ്ദമെല്ലാം നിലച്ചു കഴിഞ്ഞിരുന്നു. നട്ടുച്ചയ്ക്ക് സൂര്യനെ കവിയുന്ന കൊല്ലിയാൻ്റെ പ്രകാശം തട്ടി ഒരുവൻ നിലത്ത് കിടക്കുന്നു. അവൻ കുരുടനെപ്പോലെ തപ്പി എഴുന്നേൽക്കുവാൻ ശ്രമിക്കുന്നു. സംഭവിച്ചതെന്തെന്നറിയാതെ വന്നവർ അന്താളിച്ച് നിൽക്കുകയാണ്. വീണു കിടക്കുന്ന മനുഷ്യൻ ആരാണെന്ന് ഒറ്റ നോട്ടത്തിൽ ചിലർക്കെങ്കിലും മനസ്സിലായി. ബെന്യാമിൻ ഗോത്രത്തിലെ കടിച്ചു കീറുന്ന ചെന്നായ എന്ന അപരനാമമുള്ള ശൗൽ തന്നെ. ഓടിക്കൂടിയവർ ഏതോ അവൻ്റെ ചെവിയിൽ മന്ത്രിച്ചു. അവ്യക്തമായ ഭാഷയിൽ ശൗൽ അവർക്ക് മറുപടിയും കൊടുത്തു. തുടർന്ന് അന്വേഷണം കൂടെ ഉണ്ടാകുന്നവരുടായി. മഹാപുരോഹിതന്മാരുടെ അധികാരപത്രമായി ദമസ്കോസിലെ ക്രിസ്ത്യാനികളെ അറസ്റ്റ് ചെയ്ത് പീഡിപ്പിക്കാൻ വന്നവർക്കാണ് ഈ അപകടം സംഭവിച്ചതെന്നറിഞ്ഞപ്പോൾ ജനം പരിഭ്രാന്തരായി. ചുറ്റും നിന്നവർ എന്തൊക്കെയോ പറഞ്ഞു. ആരൊക്കെയോ അവരെന്ന് തനിക്ക് അറിയാൻ പാടില്ലായിരുന്നെങ്കിലും നസറേയനായ യേശു സംസാരിച്ചുവെന്ന് അവൻ സാക്ഷ്യം പറഞ്ഞു. ചുറ്റും നിന്നവർ സ്തംഭിച്ചുപോയി. യേശുവോ? അതെ, യേശു തന്നെ. അതിന് യേശു മരിച്ചു ഉയർത്തുപോയിട്ട് നാളെത്രയായി? അവൻ തന്നെയാണ് നിന്നോട് സംസാരിച്ചതെന്ന് നിനക്ക് തിട്ടമുണ്ടോ? തീർച്ചയായും. ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്തെന്ന ചോദ്യം ഞാൻ വ്യക്തമായി കേട്ടതാണ്. ഞാൻ വിട്ടില്ല. നീ ആരാകുന്നു കർത്താവേ എന്ന് ഞാനും നിലത്ത് കിടന്നുകൊണ്ട് ചോദിച്ചു. നീ ഉപദ്രവിക്കുന്ന യേശു എന്ന് മറുപടിയും കിട്ടി. തുടർന്ന് അവനോട് സംസാരിച്ച വാക്കുകൾ അവൻ്റെ മനസ്സിൽ തികട്ടിക്കൊണ്ടിരുന്നു. ശൗലിൻ്റെ സംഭാഷണം ശ്രദ്ധിച്ച് നേർവീതി എന്നൊരു തെരുവിൽ പാർക്കുന്ന യൂദായുടെ ക്ഷണപ്രകാരം ശൗലും കൂട്ടരും ആ വീട്ടിലെത്തി പ്രാർത്ഥന ആരംഭിച്ചു. പ്രാർത്ഥിക്കുന്ന സ്ഥലത്തേക്ക് ദൈവം അനന്യാസ് എന്നൊരു ശിഷ്യനെ അയച്ച് തൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ച് സൗഖ്യം വന്ന് നൽകുന്നതിനായി താൻ ദർശനം കണ്ടിരുന്നു. ഈ ദർശനം ദൈവം അനന്യാസിന് കൊടുത്തു. ശൗൽ ആരാണെന്ന് ശരിയായി അറിയാവുന്ന അനന്യാസ് അവിടേക്ക് പോകുവാൻ ആദ്യം വൈമനസ്യം പ്രകടിപ്പിച്ചുവെങ്കിൽ തന്നെയും എന്നാൽ കർത്താവിൻ്റെ ആലോചന അവന് വ്യക്തമായിരുന്നതിനാൽ
ദൈവശബ്ദത്തിന് കീഴ്പ്പെട്ട് പേരും വിലാസം അന്വേഷിച്ച് യൂദയുടെ വീട്ടിലെത്തി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് തെറ്റുപറ്റുകയില്ല. അനന്യാ സൗലിൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അവൻ കാഴ്ച പ്രാപിച്ചു. ഉടനെ തന്നെ അവൻ സ്നാനമേൽക്കുകയും ഭക്ഷണം കഴിച്ച് ബലം പ്രാപിക്കുകയും ചെയ്തു. തുടർന്ന് ദമസ്കോസിൽ തന്നെ കുറേ നാൾ താമസിച്ച് യേശുവിൻ്റെ സാക്ഷ്യം വഹിച്ചു. പ്രിയ വായനക്കാരെ, ചെന്നായെ കുഞ്ഞാടാക്കി രൂപാന്തരപ്പെടുത്തിയ യേശുവിൻ്റെ ശക്തിയേറിയ കരം ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ശൗലിനെ പൗലോസാക്കി തീർത്ത ഈ യേശു 10,000 ഇന്ന് രൂപാന്തരപ്പെടുത്തുന്നുണ്ട്. അനേക സഭകൾ സ്ഥാപിച്ച് വിശ്വാസികൾ വീട്ടു ലേഖനങ്ങൾ എഴുതിയ പൗലോസ് യേശുവിൻ്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ടിട്ട് ഇങ്ങനെ പ്രസ്താവിച്ചു: ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. അവൻ പ്രാപിച്ച ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ നല്ല പോർ വരുതു ജയിച്ചതുപോലെ നമുക്കും ആ പാത പിന്തുടരുവാൻ തക്കണം. സർവശക്തനായ കർത്താവ് സഹായിക്കട്ടെ. ആരെല്ലാം ദൈവത്തോട് മത്സരിക്കുന്നുവോ അവരെയൊക്കെയും ഇതുപോലെ കുഞ്ഞാടാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ പ്രവൃത്തിയും ഈ നാളിൽ നമുക്ക് ഓർത്ത് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ. തിരുവചന ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.